കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉടൻ രാജിവെക്കുമെന്ന സൂചന. ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി ജസ്റ്റിൻ ട്രൂഡോ പാർട്ടിക്ക് ബാധ്യതയാണെന്ന് എംപിമാർ ആരോപിച്ചു. ഐസൻ ജോസ് ചേരുകയാണ്. ജസ്റ്റിൻ ട്രൂഡോ പുറത്തേക്ക് അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണോ പുറത്തുവരുന്നത്? കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉടൻ രാജിവെക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുമായി ജസ്റ്റിൻ ട്രൂഡോ കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു. ജസ്റ്റിൻ ട്രൂഡോ പാർട്ടിക്ക് ബാധ്യതയാണെന്ന് എംപിമാർ ആരോപിച്ചിരിക്കുകയാണ്. ഐസൻ, കേൾക്കാമെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോ പുറത്തേക്ക് എന്നുള്ള സൂചനകൾ തന്നെയാണോ പുറത്തു വരുന്നത്? തീർച്ചയായും സുരേഷ്, ജസ്റ്റിൻ ട്രൂഡോ തന്നെ സ്വന്തം രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബുധനാഴ്ച നടക്കുന്ന കോക്കസ് മീറ്റിംഗിന് മുൻപ് രാജ്യ തീരുമാനം ഒഫീഷ്യലായി അറിയിക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നാളെ തന്നെ അദ്ദേഹത്തിന്റെ രാജ്യ തീരുമാനം പുറത്തു വരുമെന്ന സൂചനകളാണ് വരുന്നത്. ലിബറൽ പാർട്ടി എംപിമാർ പോലും അദ്ദേഹം സ്ഥാനമൊഴിയണം, അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയായ ലിബറൽ പാർട്ടി എംപിമാർ പോലും അദ്ദേഹം സ്ഥാനമൊഴിയണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം രാജിവെക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഒരു അവിശ്വാസ പ്രമേയത്തിൽ തന്റെ പാർട്ടി ട്രൂഡോയുടെ പാർട്ടി എതിർത്ത് വോട്ട് ചെയ്തില്ല എങ്കിൽ കൂടി ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല മറ്റൊരു ഖാലിസ്ഥാൻ അനുകൂലികളുടെ പാർട്ടിയായ NCP പോലും പാർട്ടി ട്രൂഡോയുടെ രാജി അടിയന്തരമായി ഉണ്ടാകണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പരസ്പരം കലഹിക്കാനാണ് ട്രൂഡോയും അതുപോലെ തന്നെ ട്രൂഡോയുടെ പാർട്ടി അംഗങ്ങളും ശ്രമിക്കുന്നത്. അത് രാജ്യത്തിന് തന്നെ മോശമാണ് ഒരു നിലപാടാണ് ഖാലിസ്ഥാൻവാദികളുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മറ്റൊരു പ്രധാന സംഭവവികാസം ഉണ്ടായത് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും നികുതി ചുമത്തുന്നതിനുള്ള നീക്കങ്ങൾ എടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. താൻ അധികാരത്തിലെത്തിയാൽ അത്തരത്തിലുള്ള നടപടി ഉണ്ടാകും. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25% നികുതിയാണ് ചുമത്തിയത്. ചൈനയ്ക്ക് 10% നികുതി ചുമത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യുമെന്ന ആശയതർക്കം ഉണ്ടായതിനെ തുടർന്ന് ട്രൂഡോയുടെ തന്നെ ധനകാര്യമന്ത്രി രാജിവെക്കുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടായി. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ സങ്കീർണാവസ്ഥ ലിബറൽ പാർട്ടിയിൽ തന്നെ ഉണ്ടാവുകയും അത് ആ ലിബറൽ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന പാർട്ടികൾ എതിർക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ട്രൂഡോ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുള്ളതും. ബുധനാഴ്ച നടക്കുന്ന കോക്കസിന് മുന്നോടിയായി തന്റെ രാജി പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏറെ നാളില്ല ട്രൂഡോയുടെ ഭരണം എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഭരണത്തിൽ നിന്നും പുറത്ത് പോയതിനു ശേഷം അദ്ദേഹം ഏത് രീതിയിലായിരിക്കും തുടരുക, അതായത് കാവൽ മന്ത്രിസഭയായി തുടർന്ന് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമോ, അത് സംബന്ധിച്ച ഭരണപരമായ തീരുമാനങ്ങളാണ് ഇനി ഉണ്ടാകേണ്ടത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.